എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഏലിയാവിൻ്റെ കാലത്ത് വലിയ ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തെ വിളിച്ചു വരുത്തിയത് ഏലിയാവ് തന്നെയാണ്. എന്നാൽ ദൈവജനം ദൈവത്തിലോട്ട് മടങ്ങി വന്നപ്പോൾ ക്ഷാമത്തെ മാറ്റിയതും ഏലിയാവാണ്. അതായത് ദൈവത്തിലേക്ക് ജനങ്ങളെ തിരിക്കാൻ നാവിനെ ഉപയോഗിച്ച ഒരു മനുഷ്യൻ. നാവ് ചെറിയൊരു അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നു. ഒരു രാജ്യത്തെ മുഴുവനും സ്തംഭിപ്പിച്ചത് ഏലിയാവിൻ്റെ വാക്കാണ്. ഒരു നാടിനെ മൊത്തം, ഒരു രാജ്യത്തെ മൊത്തം സമൃദ്ധമാക്കിയതും ഏലിയാവിൻ്റെ വാക്കാണ്. ഈ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വാക്കാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് യേശുവിൻ്റെ വാക്കാണ്. തബീതയെ ഉയർപ്പിച്ചത് പത്രോസിൻ്റെ വാക്കാണ്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം ഒരു ദൈവ പൈതൽ എപ്പോഴും ഓർക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ. ആരോട്? എൻ്റെ വിളി കേട്ട് ഇറങ്ങിയ എൻ്റെ ശിഷ്യന്മാർ, എന്നെ കൈക്കൊണ്ട, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പറയുക, മലയോട് പറയുക, സാഹചര്യങ്ങളോട് പറയുക, കാലാവസ്ഥയോട് പറയുക, വെളിച്ചത്തെക്കുറിച്ച് പറയുക. ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചപ്പോൾ പാഴും ശൂന്യമായ ആ ഭൂമിയിൽ ഇരുട്ടായപ്പോൾ ദൈവം ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞു? ഇല്ല. പാഴുശൂന്യതയെ കുറിച്ച് പറഞ്ഞു? ഇല്ല. എന്ത് നല്ലത് അവിടെ ഉണ്ടാകണമോ അതിനെക്കുറിച്ച് ദൈവം സംസാരിച്ചു. അസ്ഥി താഴ്വരയിൽ യെഹെസ്കേൽ പ്രവാചകൻ എന്താ പറഞ്ഞത്? അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ജീവിക്കും, നിങ്ങൾക്ക് ഞരമ്പുണ്ടാകും, നിങ്ങൾക്ക് മാംസമുണ്ടാകും, നിങ്ങൾക്ക് ത്വക്കുകൾ ഉണ്ടാകും, നിങ്ങൾ ജീവിക്കും, നിങ്ങളൊരു സൈന്യമാകും, എഴുന്നേൽക്കും. അവിടെ എന്തെല്ലാം ഇല്ലാതിരുന്നുവോ അത് മുഴുവനും യെഹെസ്കേൽ 37:1 തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. എന്തെല്ലാം ഇല്ലയോ അത് പറയുക. നമ്മുടെ നാവ് കൊണ്ട് ഞാൻ ഉള്ളതേ പറയൂ എന്നുള്ള പരിപാടി നിർത്ത്. ഇല്ലാത്തത് പറ. എന്നാ പിന്നെ ഇല്ലാത്തത് പറയാ. എന്താ? ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന കാര്യവുമല്ല. എന്ത് നമുക്ക് വേണമോ, എന്ത് ദൈവം ആഗ്രഹിക്കുന്നുവോ, എന്ത് നമ്മിൽ വരണമോ അതിനെ വിളിച്ചു വരുത്തുക. ഇല്ലാത്ത കാര്യങ്ങൾ. നല്ല ചൂടാണല്ലേ, ഉടനെ പറയണം നമ്മുടെ ദൈവം തണുപ്പ് തരുന്ന ദൈവമാണ്. നല്ല കൊടും ശൈത്യമാണോ? നമ്മുടെ ദൈവം കാലാവസ്ഥകളെ മാറ്റുന്നവൻ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവവചനത്തെ കോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറ. അന്തരീക്ഷം മാറുന്നത് നിങ്ങൾ കാണും. നിരാശ നൃത്തം ചെയ്യുന്നു. എന്തിനാണ്? മഹാനക്രത്തെക്കുറിച്ചൊക്കെ അതെന്താ സാധനമെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയില്ല. മഹാനക്രത്തെ നീ ചൂണ്ടയിട്ട് പിടിക്കാമോ? യോബിനോട് ചോദിക്കുക. യോബ് പറഞ്ഞു, എനിക്ക് ചൂണ്ടയിട്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ മുമ്പിൽ നിരാശ നൃത്തം ചെയ്യുന്നു എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദൈവം, അതായത് നിരാശ നൃത്തം ചെയ്യുന്നു. ദൈവം ഉണ്ടാക്കിയ ചില സൃഷ്ടികളുടെ മുൻപിൽ നിരാശയ്ക്ക് നൃത്തം ചെയ്യാനേ കഴിയൂ, തൊടാൻ കഴിയില്ല. ഇതുപോലെ നിന്റെയും എൻ്റെയും മുമ്പിൽ നിരാശ നൃത്തം ചെയ്യും. എന്നിട്ട് അവൻ തോറ്റു മടങ്ങും. പലരെയും നിരാശ പിടിച്ചില്ലേ, എന്നാൽ നമ്മെ പിടിക്കില്ല, നൃത്തം ചെയ്തേച്ചു പോകും. നിരാശയ്ക്ക് നമ്മെ തൊടാൻ കഴിയില്ല. അവൻ നമ്മുടെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യും, ജയിച്ചതുപോലെ. എന്നാൽ ജയിക്കാൻ കഴിയില്ല. നിരാശ തോറ്റുപോകും, പാപം തോറ്റുപോകും, ശാപം തോറ്റുപോകും, രോഗം തോറ്റുപോകും. വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ
വായിലുള്ള നാം ദൈവത്തിൻ്റെ വാക്കുകൾ ഉരുവിടുന്ന വചനം പറയുന്നവരാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു ശക്തിക്കും ജയിക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ പാട്ടുകളും വചനത്തിൽ നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പാടുന്ന പാട്ടിലും ദൈവവചനത്തിൻ്റെ ശക്തിയുണ്ട്. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ, നഷ്ടപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ, എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി, നഷ്ടപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ, എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ, യേശുവേ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും നീതാ, എന്നെ മുറ്റും താരും നീതാ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള ഭാഗമാണ്. 5-ാം ദിവസത്തെ കാര്യം, ദൈവം സൃഷ്ടിച്ച 5-ാം ദിവസം. 4-ാം ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ചെറിയ വെളിച്ചവും വലിയ വെളിച്ചവും. അതിൽ നമ്മൾ വലിയ വെളിച്ചങ്ങളാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു. ചെറിയ വെളിച്ചത്തിൻ്റെ പുറകെ പോകരുത്.
എല്ലാറ്റിലും. ഒരു സിനിമ കാണുമ്പോൾ പോലും അതിനകത്തൊരു വെളിച്ചമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ വലിയ വെളിച്ചം വേദപുസ്തകത്തിലാണ്. വലിയ വെളിച്ചം ദൈവവചനത്തിലാണ്. വലിയ വെളിച്ചം ദൈവസഭയുടെ കൂട്ടായ്മയിലാണ്. ചെറിയ വെളിച്ചങ്ങൾ കിട്ടുന്ന ഇടത്തേക്ക് ഓടി നടക്കല്ലേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വലിയ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. കാരണം എല്ലാവർക്കും ചെറിയ വെളിച്ചം മതി. എന്നാൽ അവനെ കൈക്കൊണ്ടവർ, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർ ദൈവമക്കളായി, അല്ലെങ്കിൽ വലിയ വെളിച്ചങ്ങളായി മാറി. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 5-ാം ദിവസം നമ്മൾ വായിക്കുന്നത് 20-ാമത്തെ വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. വെള്ളത്തെ ദൈവം മാറ്റി, ഉണങ്ങിയ നിലം കാണട്ടെ. അപ്പൊ നമ്മൾ ഓർത്തു ബാക്കി സ്ഥലം വേസ്റ്റ് ആണെന്ന്. ഇല്ല, ദൈവത്തിന് കരയെ പോലെ തന്നെ കടലിനെയും ദൈവം വിലയേറിയതായി കണ്ടു. കടലിന്, വലിയ കടൽ, ഇന്നും കടലിൻ്റെ അടിത്തട്ടിൽ പലരും എത്തിയിട്ടില്ല. കടലിൻ്റെ അടിത്തട്ടിലുള്ള സംഭവങ്ങൾ, ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ട് റോബോട്ടുകൾ ഉണ്ടായിട്ടും പല ജീവികളെ കണ്ടെത്തിയിട്ട് പോലുമില്ല. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എവറസ്റ്റ് കൊടുമുടി വെച്ചാൽ മുങ്ങിപ്പോകും, അത്ര ആഴമുള്ള സ്ഥലമുണ്ട്. ടൈറ്റാനിക് എന്ന കപ്പൽ കാണാൻ പോയ പലരും അവിടെ എത്തുന്നതിന് മുമ്പ് തകർന്നു പോയ ചരിത്രമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. ഇത്രയും ആഴമേറിയ സമുദ്രത്തിൽ ഈ ടൈറ്റാനിക്കൊക്കെ ഉള്ള സ്ഥലത്ത് വരെയും ദൈവം ശൂന്യമായി കിടക്കാൻ ആ സ്ഥലം അനുവദിച്ചില്ല. ദൈവം ഉണ്ടാക്കുന്ന ഒരു സ്ഥലവും പാഴും ശൂന്യമാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. 1/3 കടലാണ്. സമുദ്രം കണ്ടത് നമ്മൾ ഞെട്ടിപ്പോ. ഒരിക്കൽ എവിടെ നിന്ന്, ഇറ്റലിയിൽ നിന്ന് സൗത്ത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 മണിക്കൂർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ, മണിക്കൂറുകൾ താഴോട്ട് നോക്കിയാലൊന്നും, വളരെ പൊട്ടുപോലെ വലിയ കപ്പലുകൾ കാണാൻ പോലും പറ്റില്ല. അഗാധമായി മണിക്കൂറുകൾ ഇതിന്റെ മുകളിലൂടെ യാത്ര ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിൻ്റെ ആ ഭയങ്കരമായ സൃഷ്ടി. ഈ കാണുന്ന മഹാസമുദ്രങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ അനുസരിക്കുന്ന മഹാമത്സ്യങ്ങളും ചെറുമത്സ്യങ്ങളുമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ്. പത്രോസിനെ പാഠം പഠിപ്പിക്കുവാൻ ആഴത്തിലേക്ക് നീക്കി, മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. ഉടനെ കടലിൽ നിന്ന് പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ പടകിലോട്ട്, വലയിലോട്ട് കയറിയല്ലേ. ആ ഒരു കാഴ്ച കണ്ടവൻ അമ്പരന്ന് ആ വലയും വള്ളവും മീനും അവിടെ ഇട്ട് വെച്ച കർത്താവിന്റെ പുറകെ പോയി. കർത്താവ് ആരെന്ന് കാണിക്കാൻ നിറച്ചു വെച്ചിരിക്കുന്ന ചില മത്സ്യക്കൂട്ടങ്ങൾ. ഒരിക്കൽ പത്രോസിന് വേറൊരു പാഠം പഠിപ്പാൻ, പത്രോസേ കരം കൊടുക്കണോ? അവൻ പറഞ്ഞു കൊടുക്കണം. എന്നാൽ നീ കടലിൽ പോയി ചൂണ്ടിയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിലിരിക്കുന്ന ചതുർദ്രഹ്മ പണം, 4 ദ്രഹ്മ, 2 ദ്രഹ്മ നിനക്കും 2 ദ്രഹ്മ എനിക്കും കരം കൊടുക്കാൻ, ടാക്സ് കൊടുക്കാൻ പറഞ്ഞു. പത്രോസ് പോയി ചൂണ്ടയിട്ടു, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ അതുണ്ടായി. ഈ സമുദ്രത്തിലെ ഒരു മീൻ ഇത് വായിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പത്രോസ് വന്ന് പിടിക്കും വരെ സകലതും അവന്റെ പ്ലാനാണ്. ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്മാറ്റത്തിൽ പോയ പത്രോസിനോടും ശിഷ്യന്മാരോടും പറഞ്ഞു, പടകിന്റെ വലത്തുഭാഗത്ത് വീശു. രാത്രി മുഴുവൻ വീശിയിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല. വലത്തുഭാഗത്ത്. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നടക്കില്ല. കർത്താവെ ഒന്നും കിട്ടിയില്ല. വലത്തുഭാഗത്ത് വീശു. 153 വലിയ മീൻ. ഈ സമുദ്രത്തെക്കുറിച്ച്, ഗലീല കടലിനെ കുറിച്ച് പഠിച്ച ഒരു 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 ചരിത്രകാരനായ ഒരു 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 വിദേശീയൻ സായിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈജിപ്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇടയ്ക്ക് ബെഥേലേജി ചർച്ചിൽ വരും.
അദ്ദേഹം പറഞ്ഞത് 153 തരത്തിലുള്ള മത്സ്യങ്ങൾ ഈ ഗലീലക്കടലിലുണ്ട്. അതിനകത്തെ ഈ 153 വലിയ മീനുകളുടെ ലീഡറായ മീനുകളാണ് ഇതിനകത്ത് കയറിയത്. അവിടെയും അവർ രൂപാന്തരപ്പെട്ടു. കടലിലെ സമ്പത്ത് കൊണ്ട് കർത്താവ് അവരെ പാഠം പഠിപ്പിച്ചു. മീൻപിടുത്തക്കാരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം ദൈവത്തിൻ്റെ പ്രവർത്തികൾ. അതായത് ഈ കടലുകളെ നിറച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഭക്ഷിപ്പാൻ, നമുക്ക് സമ്പത്തുണ്ടാക്കാൻ. സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കൽ വരുമെന്നൊരു വാക്കുണ്ട് യെശയ്യാവ് 60. നമുക്ക് ഭക്ഷിപ്പാൻ, നമുക്ക് സമ്പാദിപ്പാൻ, നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്തിന് ഇത്രയും നക്ഷത്രം ഉണ്ടാക്കിയ? 3-4 ഉണ്ടാക്കിയ പോരെ? നമ്മുടെ ദൈവം പിശുക്കനല്ല, നിറയെ കാണണം. സമൃദ്ധിയുടെ ദൈവമാണ്. പിശുക്കന്മാരുണ്ട്. പിശുക്കൻ്റെ കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു പിശുക്കൻ ഒരിക്കൽ പിശുക്കനോട് ചോദിച്ചു, ചൂടുകാലമല്ലേ, ഭയങ്കര ചൂട് വന്നാൽ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ AC-യുടെ അടുത്ത് പോയിരിക്കും. പിന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടായാലോ? ഇപ്പൊ ഭയങ്കര ചൂടല്ലേ? അപ്പൊ പിശുക്കൻ പറഞ്ഞു, ഞാൻ AC ഓൺ ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനത്തെ പിശുക്കന്മാരുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പിശുക്കനല്ല, സമൃദ്ധിയുടെ ദൈവമാണ്. ദൈവത്തിന് പാഴായ ഒരിടം കാണുന്നത് ഇഷ്ടമല്ല. നമുക്ക് 4 കുഞ്ഞുങ്ങളുണ്ടോ 2 കുഞ്ഞുങ്ങളുണ്ടോ, ഒന്നും പാഴായി പോകുന്നത് നമുക്കും ഇഷ്ടമാകരുത്. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരാളുടെ ജീവിതം പാഴാകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയരുത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നു യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും പാഴായി പോകരുത്. എല്ലാവരും പാഴായി പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ഒരെണ്ണവും പാഴായി പോകരുത്. ദൈവത്തിനൊരു സ്ഥലം കാലിയായി കിടക്കുന്ന ഇഷ്ടമല്ല, ഒരു വ്യക്തി പാഴായി പോകുന്ന ഇഷ്ടമല്ല. പാഴ് ശൂന്യവും കർത്താവിന് സഹിക്കാൻ കഴിയില്ല. പാഴായി പോകുക എന്ന് പറഞ്ഞാൽ നിത്യത നഷ്ടപ്പെടുക, ശൂന്യമായി പോവുക, ദൈവമില്ലാത്ത ജീവിതം നയിച്ചവൻ നശിക്കുക. പാഴും ശൂന്യവും കണ്ടു നിൽക്കാത്ത ഒരു ദൈവം. ഇപ്പോൾ തന്നെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണേന്ന് പറഞ്ഞാൽ നിന്റെ ശൂന്യത മാറിപ്പോവും, നിന്റെ ഇരുട്ട് മാറും, നിന്റെ അന്ധത മാറും, നിന്റെ കയ്പ് മാറും, നിന്റെ നിരാശ മാറും, നിന്റെ രോഗം മാറും, നിന്റെ അസ്വസ്ഥത മാറും, നിന്റെ ഡിപ്രഷൻ മാറും, നിന്റെ ഉറക്കമില്ലായ്മ മാറും. ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ ശൂന്യതകളെയും നരകയാതനകളെയും മാറ്റിക്കളഞ്ഞ് നിന്നെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. കൂട്ടമായി. ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കൂട്ടം. ഓരോ മത്തി കൂട്ടമായി. കഴിഞ്ഞിടക്ക് മത്തി പിടിച്ചിട്ടും തീരുന്നില്ല. അവസാനം ഈ മത്തികളെല്ലാം കൂടി നേരെ കരയിലോട്ട് വരികയാണ്. പിടിച്ചോ എന്നും പറഞ്ഞു വെറുതെ പെറുക്കിയെടുക്കുന്നു. കടക്കരയിൽ കാഴ്ച കാണാൻ വന്നവരൊക്കെ വെറുതെ പെറുക്കി പ്ലാസ്റ്റിക് കിറ്റിലിട്ട് കൊണ്ട് പോകുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടതാണ്. എന്താണ്? നിറഞ്ഞ് കൂട്ടമായി. ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് ഒറ്റപ്പെട്ട് കിടക്കില്ല, അത് കൂട്ടമാകും. നീ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് ഒറ്റപ്പെട്ട സംഭവമായി ഒതുങ്ങിത്തീരില്ല, അതൊരു വലിയ കൂട്ടമായി വളരണം, ഒരു വലിയ വിശാലത അതിലുണ്ടാകണം. നീ ആരംഭിക്കുന്നതെല്ലാം ഒരു വലിയ ജനസമൂഹത്തെ തൊടുന്നതാകണം. കർത്താവ് മത്തിയെ ഉണ്ടാക്കി. പിടിച്ചിട്ടും 850 കോടി ജനവും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മത്തി. മത്തിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ശരീരത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അയില നല്ലതാണ്, എന്നാൽ ചൊറിച്ചലൊക്കെ ഉള്ളവർക്ക്, അലർജി ഉള്ളവർക്ക് പ്രശ്നമാണെന്ന് പറയുന്നത് കേൾക്കും. മത്തി, അയില, എന്തെല്ലാം മത്സ്യങ്ങളാണ്. പിന്നെ മീനിൻ്റെ എണ്ണം പറയാൻ പറ്റില്ല. തിമിംഗലം തുടങ്ങി കിടക്കുകയാണ്. ആർക്കും എത്ര തരത്തിലുള്ള മത്സ്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല.
എന്നാൽ ഇവരെ എല്ലാം കൂട്ടങ്ങളാക്കി ദൈവം മാറ്റി. 6000 വർഷമായി അവരിങ്ങനെ വർദ്ധിക്കുകയാണ്. 850-60 കോടി ജനങ്ങൾ പിടിച്ചാലും തീരാത്ത പോലെ കൂട്ടങ്ങളായി അവർ വളർന്നതിൻ്റെ പുറകിൽ ഒറ്റ വാക്കാണ്, വർധനവിൻ്റെ വാക്ക് അവരുടെ ഉള്ളിലേക്ക് വന്നിട്ട് ആ വാക്ക് അവരെ വളർത്തി. നിർഭാഗ്യവശാൽ വർധനവിൻ്റെ വാക്ക് മനുഷ്യൻ്റെ അകത്തോട്ട് കയറിയിട്ട് അവരതിനെ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചില്ല. ഈ പ്രകൃതിയിലെ സകല ജീവികളും വർധനവിൻ്റെ വാക്കിനെ ഏറ്റെടുത്തു. അവർ വർദ്ധിച്ചു പെരുകി, സമുദ്രത്തിൽ നിറഞ്ഞു. അടുത്തത് നോക്കിയേ, 20 തന്നെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ ഭൂമിയിലുണ്ടായി അവർ ഇതിൽ വിരിഞ്ഞ് ചിറകുകൾ മുളച്ച് പറക്കാൻ പഠിച്ച് പറക്കുമ്പോഴൊന്ന് വീണ് അവിടെ നിന്ന് വീണ്ടും പറന്ന് വീണ്ടും വീണ് അവർ പരിശ്രമിച്ച് ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് അവർ പറന്നു. ഇന്ന് ആകാശത്ത് നമ്മൾ കാണുന്ന സകല പറവകളും ഒരു സുപ്രഭാതത്തിൽ പറക്കുന്നതല്ല, അവർ പറക്കൽ പരിശീലിച്ചവരാണ്. ഒരു വിമാനം പറപ്പിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ഓരോ ജീവികൾക്കും അവരുടെ പറക്കലുകൾ അവരവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ വീരന്മാരാണ് ഈ പറവകൾ. ദൈവം പറഞ്ഞു, ഈ ആകാശം കാലിയായിട്ട് കിടക്കരുത്, നിറയട്ടെ. ആകാശത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കണം, ചലനം വേണം. ദൈവത്തിന് എന്ത് വേണം? നിറങ്ങൾ വേണം, ചലനം വേണം, ജീവൻ വേണം. നിറങ്ങൾ, ചലനം, സമൃദ്ധി, ജീവൻ. ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ദൈവത്തിന് കളറുകൾ ഇഷ്ടമാണ്. ചിലർ പറയുന്നത് കളറുകൾ പാടാണ്, വെള്ളയിടാവൂന്ന്. ദൈവത്തിന് എല്ലാ കളറും ഇഷ്ടമാണ്. ചിലർ പറയും കറുപ്പ് പിശാചിൻ്റെതാണ്. ഒന്നും പിശാചിൻ്റെതല്ല. ചിലർ അങ്ങനെ അങ്ങോട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കറുപ്പ് പിശാചിൻ്റെത്, ചുവപ്പ് വേശ്യാസ്ത്രീ, രക്താംബരം ധരിച്ച സ്ത്രീ. അത് വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു ദർശനം, വെളിപ്പാട് അതിനകത്ത് കിടപ്പുണ്ട്. ചുവപ്പിടാൻ പാടില്ല. മഞ്ഞ ഇടാൻ പറ്റില്ല, അത് മഞ്ഞപ്പിത്തമുള്ളവർക്കുള്ളതാണ്. പച്ചയോ, അത് പച്ചത്തവളക്കുള്ളതാണ്. പിന്നെ ആകെ ഉള്ളത് വെള്ളയാണ്. എന്തൊരു കഷ്ടമാണ്. ദൈവം നിറങ്ങളെ ഉണ്ടാക്കി. എത്ര ഭംഗിയാണ്. തത്തകളെ കാണണം, എന്ത് ഭംഗിയാണ്. ഓരോ പക്ഷികളെയും, നമ്മുടെ വീട്ടുമുറ്റത്തൂടെ പറക്കുന്ന ചിത്രശലഭം എന്തൊരു ഭംഗിയാണ്. ഓരോ ജീവികളെ നോക്കിയേ, എല്ലാം എന്തൊരു സൗന്ദര്യമാണ്, എന്തെല്ലാം നിറങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ വെള്ളപ്പൂ മാത്രമാണോ നട്ടുപിടിപ്പിക്കുന്നത്? എനിക്ക് വെള്ള ഇഷ്ടം, വെള്ളപ്പൂ, വെള്ള റോസ, എല്ലാം വെള്ള ജമന്തി. ചിലർക്ക് വെള്ള കൂടാതെ ജീവിക്കാൻ പറ്റൂല. എല്ലാ നിറങ്ങളെയും അംഗീകരിക്കും. നിങ്ങളെല്ലാ വസ്ത്രവും ധരിക്കാം, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. പിന്നെ ജയിക്കുന്നവന് ദൈവം വെള്ളയുടുപ്പ് കൊടുക്കും, അത് ദൈവം തന്നോളും. നാം വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. എപ്പോൾ? മരണത്തിനപ്പുറം. ഈ ഭൂമിയിലെ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും അനുസരിച്ച് എല്ലാ ഉടുപ്പിടാം, എല്ലാ കളർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ആരും മനസ്സിൽ വെക്കണ്ട. നിങ്ങൾക്ക് എല്ലാ കളറും നല്ലതാണ്, എല്ലാ കളറും ദൈവത്തിൻ്റെതാണ്, അംഗീകരിക്കണം. അപ്പോൾ വെള്ള മരണത്തിനപ്പുറം ചിലപ്പോൾ ദൈവം സ്വർഗത്തിൽ നിറങ്ങളുണ്ട്. അപ്പോൾ വെണ്മയെ അത് ഒരു മഹത്വത്തെ കാണിക്കുന്നു, ഗ്ലോറിയെ കാണിക്കുന്നു. വെള്ളയെന്ന് പറഞ്ഞാൽ തേജസ്സിനെ കാണിക്കുന്നു. അത് നമ്മൾ ഉണ്ടാക്കിയിടുന്നതല്ല, ദൈവം ജയിക്കുന്നവന് തരുന്നതാണ്. അത് തേജസ്സിൻ്റെ വസ്ത്രമാണ് വെള്ളയുടുപ്പെന്ന് പറയുന്നത്. ആദാമിന് നഷ്ടപ്പെട്ടതും നമുക്ക് തിരികെ കിട്ടുന്നതുമായ വിലപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിറങ്ങളെ അംഗീകരിക്കണം, ദൈവത്തിൻ്റെ സമൃദ്ധിയെ അംഗീകരിക്കണം.
ദൈവം പറയണം, നിങ്ങൾ പറക്ക്, നിങ്ങൾ താഴെ കിടക്കല്ലേ, നിങ്ങൾ ആകാശവിധാനത്തിൽ പറക്കട്ടെ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങൾ താഴെ ഒതുങ്ങരുത്. സദൃശവാക്യം 30 പറയുന്നു, ആകാശത്തിൽ കഴുകന് വഴിയുണ്ടെന്ന്. കുഞ്ഞെ, നീ പറക്ക് കുഞ്ഞെ, നീ മുകളിലോട്ട് പറന്ന് ചെല്ലുമ്പോൾ നിന്റെ വഴി നീ കണ്ടുപിടിക്കും. പരന്തും കാക്കകളും കൊക്കുകളും സകല ജീവികളും ആകാശത്തിലൂടെയാണ് അവരുടെ ജീവിതം സമൃദ്ധമാക്കുന്നത്. അവരുടെ ദൈവം അവരോട് പറഞ്ഞു, നീ ആകാശത്ത് പറക്ക്, നിനക്ക് ജീവിക്കാനുള്ളതെല്ലാം ഒരു കുറവുമില്ലാതെ ഞാൻ തരും. എന്നിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാൽ അവർ പറക്കുന്നുണ്ട്. ദൈവം അവരോട് പറഞ്ഞു, നീ വിതയ്ക്കുകയും വേണ്ട, കൊയ്യുകയും വേണ്ട, നീ പറന്നാൽ മതി. നീ പറന്നാൽ നിന്റെ കാര്യം നടക്കും. ദൈവം അവരോട് വിതയ്ക്കാൻ പറഞ്ഞില്ല, ദൈവം അവരോട് കൊയ്യാൻ പറഞ്ഞില്ല, ദൈവം അവരോട് പറക്കാൻ പറഞ്ഞു. ഇതെനിക്കൊരു പുതിയ വെളിപ്പാടാണ്. പറക്കാൻ തുടങ്ങുമ്പോൾ, കഴുകനെ പോലെ ചിറകടിച്ച് നീ പറക്കുമ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യും. അടുത്തത്, ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. കടല് നിറച്ചു, ആകാശം നിറച്ചു. നിറവിൻ്റെ ദൈവം. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നീ ഭൂമിയിൽ പെരുകിയാൽ നീ ആകാശത്തും പെരുകും. അതിനാണ് പർവ്വജാതിയെ ഭൂമിയിൽ ദൈവം പെരുക്കിയത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്ധ്യയായ ഉഷസ്സായ 6-ാം ദിവസം പെരുകണം, നിറയണം, കവിയണം. ഇതാണ് ദൈവം. അതുകൊണ്ട് നാം എല്ലായിടത്തും സമൃദ്ധിയുള്ളവരായി പറക്കണമെന്നും നാം ചലിക്കണമെന്നും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. ശൂന്യത ദൈവത്തിന് ഇഷ്ടമല്ല. നിന്റെ വീട്ടിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത കർത്താവിന് ഇഷ്ടമേ അല്ല. നീ വർദ്ധിച്ച് പെരുകണം. കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വർദ്ധിപ്പിച്ച കർത്താവ്, ഒരു ഏലിയാവ് ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ വീട്ടിലെ ആ സ്ത്രീയുടെ ശൂന്യത മാറി. വർദ്ധനവ്. 5 അപ്പം 2 മീനെടുത്തു. കർത്താവ് അന്ന് വന്ന പുരുഷാരത്തിന്റെ ശൂന്യത മാറ്റി, ഭക്ഷണത്തിന്റെ പോരായ്മ മാറ്റി. വർദ്ധനവ് അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. നിന്റെ വീട്ടിൽ അതുണ്ടാകും. നീ വർദ്ധിക്കും. സാമ്പത്തികമായും എല്ലാ നിലയിലും നിനക്കൊരു വർധനവുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച കാണും, വീടിൻ്റെ നന്മകൾ കാണും, ജോലിയിൽ പ്രമോഷൻ കാണും, ബിസിനസ്സിൽ ഉയർച്ച കാണും, ആരോഗ്യത്തിൽ വർധനവുണ്ടാകും, സകലത്തിൽ നീ സുഖമായിരിക്കും. ഒരു വർധനവ് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. വിശ്വസിക്കുക. ഇന്ന് കർത്താവ് അത് ആഗ്രഹിക്കുന്നവർക്ക് തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ കുടുംബങ്ങളിലും ശൂന്യതകൾ മാറട്ടെ, വർദ്ധിക്കട്ടെ. ഒരു വർധനവ് ഈ വീട്ടിലുണ്ടാകട്ടെ. ഈ കുടുംബങ്ങൾ സമൃദ്ധി കൊണ്ട് നിറയട്ടെ. രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ഇല്ലായ്മകൾ ആ വീടുകൾ വിട്ട് മാറട്ടെ. ശൂന്യമായ ഇടങ്ങളിൽ ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ. കാലിയായ പോക്കറ്റുകൾ നിറയട്ടെ. ബാങ്കിൽ പുതിയ പുതിയ നന്മകൾ വരട്ടെ. അതിനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസത്തിൽ നല്ല റിസൾട്ടുകൾ, സമൃദ്ധമായ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. സകലത്തിൽ ഇവർ സമൃദ്ധിയുള്ളവരാകട്ടെ. അങ്ങയുടെ ഇഷ്ടം ഇവരിൽ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങൾ നമ്മിലേക്ക് കർത്താവ് പകരുകയാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് 2 മണിക്കൂർ ദൈവവചനം കേൾക്കാനും ആരാധിക്കാനും ഒരവസരം കർത്താവ് തരുന്നു. ഇന്ന് വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെയുള്ള 2 മണിക്കൂർ കൂടുതൽ സമയം വചനം കേട്ട് ബലപ്പെടാനുള്ള ഒരു സുവർണ അവസരമാണ്. നഷ്ടപ്പെടുത്തരുത്. ഇന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.